ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. റംലാൻ മുബാറക്. ഞാൻ ഇന്ന് സിമ്പിളായിട്ട് വെക്കുന്ന ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ ഇപ്പോൾ ആവശ്യത്തിനുള്ള 4 സവാള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി. ഞാനിപ്പോൾ ഇത് മുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. തക്കാളി ഇത് ഈ ഒരു സൈസിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ചതച്ചാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്, പേസ്റ്റ് രൂപത്തിലല്ല. ഇനി പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം 2 കഷ്ണം കറുകപ്പട്ടയും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. ഈ കറുകപ്പട്ടയും പെരിഞ്ചീരകവും പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് സവാള അരിഞ്ഞു വെച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഈ സവാളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ ഉപ്പ് ആഡ് ചെയ്ത് വേഗം സവാള വാടുമെന്ന്. ഇനി സവാള ഒന്ന് വാടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചത് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന പൊടികൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവയാണ്. ഈ പൊടികളൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പൊടിക്കുത്ത് മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇത് പൊടിക്കുത്ത് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് നുറുക്കി വെച്ച തക്കാളി ആഡ് ചെയ്യാവുന്നതാണ്. തക്കാളി ഈ മസാലയുമായിട്ട് നല്ലോണം മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഈ മസാലയുമായിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കേണ്ടതില്ല. നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി ഇറങ്ങുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം കാണാം. ഇപ്പോൾ ഞാൻ ഈ കറി തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരു തരി വെള്ളം ചേർത്തുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടി പിടിക്കാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ചിക്കൻ കറി നല്ല പാകത്തിന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, മസാലപ്പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ മുമ്പ് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിരുന്ന സവാള വാട്ടിയപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കറിയുടെ ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതൊരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.